എന്നടാ അപ്പോഴത്തെ നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യവും കോഴിക്കാർപ്പിന് തീറ്റ കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ ഇവിടെ വെച്ച് വാഗവണ്ണി വെച്ച് തീറ്റ കൊടുത്തു, പിന്നെ വയനാട്ടിൽ വെച്ച് തീറ്റ കൊടുത്തു. ഇപ്പോൾ ഇതാ നമ്മുടെ സ്വന്തം പെറ്റ് സ്റ്റേഷനിലും വന്നിട്ട് നമ്മൾ തീറ്റ കൊടുക്കാൻ പോവുകയാണ്. അപ്പം വാഗവണ്ണി വെച്ച് തോണിയെ പോയാൽ തീറ്റ കൊടുത്തത്. എന്നെ കൊല്ലല്ലടാ തരാടാ ആണ്ടത് മുഴുവൻ താഴെ കളഞ്ഞു. ശേ ഇനിയൊക്കെ കൊണ്ട് മടുത്തിയ. മതി 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 മതി. ഹലോ നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴത്തേക്കും നമ്മൾ പെറ്റ് സ്റ്റേഷനിലാണുള്ളത്. സാബിർക്ക നമ്മുടെ കൂടെയുണ്ട്. ആള് എറണാകുളത്തൊക്കെ പോയിട്ട് വന്ന് റെസ്റ്റ് ചെയ്യുകയായിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്ത് ആളെ കാണാൻ പറ്റി. അപ്പോൾ ഇക്ക കണ്ടത് വലിയ സന്തോഷം കേട്ടോ. കാരണം ഞാൻ എൻ്റെ ഇളയ മോൻ പറഞ്ഞു വിട്ടായിരുന്നു ഇന്നപോലെ പെറ്റ് സ്റ്റേഷനിൽ പോകണം, ഇക്കാനെ കാണണമെന്ന്. അടിപൊളി. ഞങ്ങളെന്നും കണ്ടോണ്ടിരിക്കുന്നതല്ലേ ഇവിടെ. നമ്മൾ വന്നെന്നും പറഞ്ഞോണ്ട് മാറ്റമില്ലല്ലോ. ഇക്ക സൂപ്പർ. അതല്ല, ഇക്ക സൂപ്പർ ആയതുകൊണ്ടാണല്ലോ പെറ്റ് സ്റ്റേഷൻ ഇതുപോലെ ആയത്. അപ്പോൾ ശരി, കണ്ടത് വലിയ സന്തോഷം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ ആ ഓക്കെ 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 അതെ അതെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ ശരി. ടു കാശ്മീർ യാത്രയുടെ കണ്ണൂരിലെ അവസാനത്തെ ഡെസ്റ്റിനേഷനുകളിലൊന്നായ നമ്മുടെ പെറ്റ് സ്റ്റേഷനാണിത്. ഇതാണ് നമ്മുടെ എൻട്രി പോയിൻ്റ്. ഒരു ഗജരാജൻ്റെ പ്രതിമ തന്നെയാണ് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ കാലമായിട്ട് നമ്മളെ മക്കളൊക്കെ വരാൻ ആഗ്രഹിച്ച സ്ഥലമാണ്. പക്ഷേ അപ്പനാണ് വരാൻ ഉള്ള ഭാഗ്യം കിട്ടിയത്. ഇവിടെ ഇഗ്വാനയെ വിരിയിച്ചിറക്കുന്ന കാലം തൊട്ട് മക്കൾ ഈ പെറ്റ് സ്റ്റേഷൻ്റെ വീഡിയോസൊക്കെ കണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അത് കയറി വരുമ്പോഴേ വലത്തുവശത്താണ് നമുക്ക് ആ കുതിരകളെ കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ മാർവാരി കുതിരകളാണ്. രാവിലെ വരുമ്പോൾ ഇതിലൊരാളെ വെളിയിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവർ തീറ്റ തിന്നുന്ന തിരക്കിലാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നത്. രണ്ടുപേരും തീറ്റ തിന്നുന്ന തിരക്കിലാണ്. ആ പുറകിൽ കാണുന്നത് കുതിരകളെ റൈഡ് ചെയ്യുമ്പോൾ അവയുടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ പെറ്റ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഗോ ദിസ് വേ. ഇതുണ്ടോ കിടക്കുന്നത്? അർജൻറ്റീനിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തെഗു. അർജൻറ്റീനൻ ആളാണ്, ഉരകവർഗത്തിൽപ്പെട്ട ആൾ. നല്ല ഉറക്കത്തിലാണ്. വേറൊരാൾ ഇവിടെ കിടപ്പുണ്ട്. കയറി വരുമ്പോഴേ കാണുന്ന അവരെ രണ്ടുപേരെയാണ്. ഒരാൾ ഇവിടെ കിടക്കുന്നു, ഒരാൾ അവിടെ കിടക്കുന്നു. നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞ് നമ്മളിന്ന് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നു സിൽവർ വുഡ് ഡക്ക്. അമേരിക്കൻ്റെ സാധനമാണ്. ചെയ്തേണ്ട ചെറിയ താറാവുകളാണ്. എല്ലാവരും നല്ല ഉറക്കത്തിലാവട്ടെ. അവർക്ക് കളിക്കാനും ചിരിക്കാനും ഒന്നും സമയമില്ല. അപ്പോൾ അവരവിടെ കിടന്ന് ഉറങ്ങുകയാണ്.
അങ്ങനെ നമ്മളിങ്ങനെ കറങ്ങി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല അരാപ്പയ്മ. ഡു നോട്ട് ടച്ച് കേട്ടോ, തൊട്ടേക്കല്ല്. ഒരു ഗ്ലാസ് അടിച്ച് ചിലപ്പോൾ പൊട്ടിച്ച് നിൽക്കും. അരാപ്പയ്മയുടെ വലിയ സൈസ്, ഒരു 10-25 കിലോയൊക്കെ വരുന്ന ആൾക്കാരെ ഗ്ലാസ് ടാങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഹെവി ആളുകളാണ്. ഇവിടുന്നുള്ള വെട്ടം അടിക്കുന്നതുകൊണ്ട് നമുക്കതൊന്നും കാണാൻ പറ്റുന്നില്ല. ആൾക്കാർ പറന്ന് നടക്കുന്നതല്ല. അപ്പോൾ അരാപ്പയ്മേനെ ഫുൾ വ്യൂവിൽ കാണാനായിട്ട് ഇങ്ങോട്ട് പോരും കേട്ടോ. ബസ് സ്റ്റേഷനിൽ അവിടെ ഗ്ലാസ് ടാങ്കിൽ നമുക്ക് അവർ ഓടി നടക്കുന്നത് കാണാൻ പറ്റും. വന്ന് നോക്കി വെക്കും. ഇഷ്ടപ്പെട്ടിട്ടില്ല നമുക്ക്. ഇത് കാണുന്ന പോലെ കേട്ടോ, നല്ല വ്യാസമുള്ള ടാങ്കാണ്. വേണ്ടി ഇവിടെ വേറെ ആളുകളൊക്കെ ഉണ്ട്. ഇവിടെ നട്ടർ, വലിയൊരു നട്ടർ. അത് രണ്ടും ഒരേ വർഗത്തിൽപ്പെട്ടായതുകൊണ്ട് കുഴപ്പമില്ല. ഒരു നട്ടർ നടക്കുന്നുണ്ട്. അതിൻ്റെ പല്ല് കണ്ടു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വരുമ്പം കാണുന്ന വൈറ്റ് ഷാർക്ക്. ഇത് അരാപ്പയ്മ മോഡൽ കാണാനാണ്. അരാപ്പയ്മയല്ല, വേറെ പേര് പ്ലാറ്റിനം ജാർ. ഇതാണ് ആട്. എല്ലാവരും അടിച്ചു പൊളിച്ച് നല്ല വൃത്തിയായിട്ട് നടപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു കാട്ടുപൂച്ച പോലത്തെ സാധനം, ബെൻഗൽ ക്യാറ്റ്. രണ്ടാൾ കിളിനെ പിടിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഓടി ഓടി നടക്കുക. അപ്പുറത്തെ കിളിയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കുക. അതിൻ്റെ ഡിസൈൻ ഉണ്ടോ, പുള്ളിപ്പുലിയുടെ ഡിസൈനാണ് കേരളത്തിൽ. കാട്ടുപൂച്ച ഇനത്തിൽപ്പെട്ട ആളാണ്. അത് കഴിഞ്ഞാൽ വന്ന ബഗ്ഗീസാണ്, മൊത്തം ബഗ്ഗീസ്. അവരുടെ തീറ്റയൊക്കെ തിന്ന് അടിച്ച് പൊളിച്ച് കഴിയുകയാണ്. ബഗ്ഗീസിൻ്റെ കളക്ഷനാണ് മൊത്തം. അത് കഴിഞ്ഞിട്ട് ഇരിക്കുന്നു പൊക്കട്ടു ഇരിക്കുന്നുണ്ട്. ഇന്തോനേഷ്യക്കാരനാണ്. അവനിടയ്ക്കൊന്ന് പറന്നു പോയതാണ്, നമ്മൾ പണ്ട് കണ്ടതാണ്. അവന് ഇടയ്ക്ക് സ്റ്റേഷനിൽ പോക്ക് പോയിട്ട് പിന്നെ തിരിച്ചു വന്നതാണ്. അവനൊരു ഒറ്റ പറക്കലായിരുന്നു. നമ്മളെ എന്നിട്ട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ. ഇത് അടുത്ത കൊക്കത്തി ടൈപ്പാണ്, ഗല്ല കൊക്കത്തി. അവരുടെ ഹെഡ് റെഡ് കളറാണ്. നല്ല രസമുണ്ട്. മണലിൻ്റെ അകത്തുള്ള യാത്ര ആയതുകൊണ്ട് അവർ സോഫ്റ്റായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുക. അതേ ഇരിക്കുന്ന മെയിൻ ആൾ, ഉദ്ഘാടനത്തിനൊക്കെ പോകുന്ന ആൾ, ഇവിടുത്തെ ഉദ്ഘാടനങ്ങൾക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന ആളാണ് മക്കാവോ. ആൾ പകുതി ഉറക്കത്തിലും എന്നെ നോക്കുന്നുമുണ്ട്. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ. പിന്നെ ഇവിടെ ഗ്രീൻ മക്കാവോ ഇരിപ്പുണ്ട്, ഹാർലിക്കിൻ മക്കാവോ. ബൊളീവിയക്കാരിയാണ്. ഇവൻ അമേരിക്കക്കാരനാണ്, പക്ഷെ ഇത് ബൊളീവിയക്കാരിയാണ്. പിന്നെയുള്ളത് വേണ്ടിയിരിക്കുന്നു നമ്മുടെ ആഫ്രിക്കൻ ലവ് ബേർഡ്സ്. അടുത്ത ആൾക്കാർ തീറ്റയൊക്കെ തിന്നിട്ട് ചിറകൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീറ്റയായിട്ട് വന്നപ്പോഴത്തേക്ക് അരയന്നങ്ങളൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നു. എന്നടാ എൻ്റെ കയ്യിലൊന്നുമില്ല. വലിയ മീനുകൾ അടിയിൽ നടക്കുന്നുണ്ട്. വലിയ മീനായതുകൊണ്ട് ഇവർ കൊത്തുപോയില്ല. ഗ്രേ പാരറ്റ് ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണിത്. ഗ്രേ പാരറ്റ് അവന്മാർ
വന്ന് എന്നെ കൊത്താനുള്ള പരിപാടിയാണ്. എന്നടാ എന്നടാ എന്നെ കൊത്താനുള്ള പരിപാടിയാണ്. ഇങ്ങനെ കൊത്താനുള്ള പരിപാടിയാണ്. എന്നാ ചെയ്തുണ്ടോ നോക്കിയിരിക്കുന്നത്? എന്നാ എന്നാടാ എന്നാ എന്താ ഒരാൾ വന്ന് നോക്കിയിരിക്കുന്നുണ്ടോ? എന്നാ നിനക്കെന്നെ കൊത്തണോ? നിനക്കെന്നെ കൊത്തണോ? ആമസോൺകാരി ഇരിക്കുന്നുണ്ടോ? റൊസല്ലാനെ കാണാൻ ഇച്ച പാടാണ്. കാരണം പച്ച പ്രതലത്തിലായതുകൊണ്ട് അവരെ കിട്ടാൻ ഇച്ച പാടാണ്. അടുത്ത ആൾക്കാർ പേൽ ഹെഡ്. ആസ്ട്രേലിയക്കാർ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരാളാണ് അപ്പുറത്ത് കിടക്കുന്നത്. ഇത് മെയിലും ഫീമെയിലുമാണ്. ഇനി ഇവിടെ ഉള്ളത് അവർ തന്നെയാണ്, വൈറ്റ് ഫൗണ്ടൈൻ. അവർ രണ്ടുപേരും ഇവിടെ ഇരുന്ന് കുശലമൊക്കെ പറഞ്ഞിരിക്കുക. നമ്മുടെ ലോറിയാശന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവർ മാക്സിമം കടിച്ചു പറിക്കാനാണ് നോക്കുന്നത്. പക്ഷെ നടക്കുമോ? ലോറിക്കുട്ടന്മാരിയ്ക്കുന്നുണ്ടോ? അടുത്ത ആൾ വന്നിരിക്കുന്നു. എന്നാ ഉണ്ട് വിശേഷം? ഇതാ ഒളിച്ചു കളിക്കാണോ? നീ ഒളിച്ചു കളിക്കുക? കുനൂറിൻ്റെ ഒരു 4 പേര്. കുനൂറിൻ്റെ 4 പേര് അവിടെ ഇരിപ്പുണ്ട്. അടുത്ത ഗ്രീൻ മക്കാവോ മിനിയേച്ചറാണ് കേട്ടോ. മക്കാവോ സൈസുകൾ. അടുത്ത ആൾക്കാർ ഞാൻ സർക്കസിലാണ്. അവൻ തല കുട്ടിയാണ് നടക്കട്ടെ. കാണ്ടോ ഗ്രേപ്പാരറ്റ് 2 പേര് ഇവിടെയുണ്ട്. അവർ 2 പേര് ഇവിടെ തന്നെ ഇരിക്കുകയാണ്. അടുത്ത ആൾക്കാർ സെനഗൽ പാരറ്റാണ്. ഇത് സെനഗൽ കുഞ്ഞുങ്ങളാണ്, വലിയ സൈസ് കാണുന്നില്ല. ഇരിക്കുന്നുണ്ടോ? നമ്മൾ പണ്ട് കാലത്ത് സർക്കസിലൊക്കെ കണ്ടിരുന്ന ആൾക്കാർ. കൊക്കറ്റോ എന്നടാ എന്നാ നോക്കണം. ഇവിടെ 2 മക്കാവോ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കണ്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ട് കാണുന്ന കുറേ പേര് ഇവിടെയുണ്ട്. പാരക്കീറ്റാണ്. വിവിധ കളറിലുള്ള പാരക്കീറ്റുകൾ. അവരുടെ ശരീരത്ത് മഴവില്ലിൻ്റെ കളറാണ്. കൊക്കട്ടെ കുഞ്ഞാണ് വേണ്ടിയിരിക്കുന്നത്. നമ്മൾ ഡൗസ് എന്നാടുക. അവർക്ക് നിശ്ചിത സ്ഥലം മതി. ജാവ എന്നടാ മൺകൂട്ടി തിരിക്കുകയാണ്. അതുണ്ടല്ലോ, അത് ശരി. അതാണ് ജാവാസ്പാരോ. ഇവിടെയാണ് ബഹളക്കാർ. നിൽക്കുന്നു കഴുതക്കുട്ടന്മാർ. ഒരു കഴുത, ഒരു പോണിക്കുതിര. വരിക. അപ്പുറത്ത് കിടന്നാണ് ഈ ബഹളം ഉണ്ടാക്കുന്നത് കേട്ടോ. അവന്മാരെ മൈൻഡ് ചെയ്യുന്നില്ലെന്നും പറയുന്നത് കണ്ടിരിക്കുന്നു. നമ്മുടെ ആട്ടുംകുറ്റി പ്രത്യുഷ് ഡൂമ.
പുങ്കന്നൂർ കൗവാണ് ഇതുണ്ടോ, ഇതാണ് പുങ്കന്നൂർ കൗവ്. നല്ല വിലയുള്ളതാണ്. ആന്ധ്രാപ്രദേശിലാണ് ഇവരുടെ ജന്മദേശം. പുങ്കന്നൂരാണ് ഇവരുള്ളത്. സെൻറ്റിമീറ്ററാണ് മാക്സിമം ഉയരം. അതിൻ്റെ മെയിലാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ കിടക്കുന്ന മാർവാരി ഹോഴ്സ്, അവർ തീറ്റയിലാണ് കേട്ടോ. രാവിലത്തെ ഓട്ടമൊക്കെ കഴിഞ്ഞ് തീറ്റ തിന്നുന്നു. നമ്മളെ പൈനാപ്പിൾ കുനൂർ മുഴുവൻ മണ്ടയിൽ പോയിരിക്കുക. അവർക്ക് പിന്നെ മേലിരിപ്പാണല്ലോ ഇഷ്ടം. പൈനാപ്പിൾ കുനൂറാണ് കേട്ടോ, മൊത്തം പൈനാപ്പിളാണ്. അതേ യമു, ഓ അവരുടെ സ്ഥിരം ഡയലോഗ് യമു. പിന്നെ എന്നാണ്ട് സുന്ദരനാണ് കേട്ടോ, ഇത് സുന്ദരനാണ്. ഇത് സിങ്കോട്ട്, ചൈനീസാണ്. ഇടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. അതെ ആ കൊമ്പൊക്കെ കണ്ട അല്ലേ? നീ ഇടിക്കുമോ? നീ ഇടിക്കുമോ എന്നെ? വേണ്ടി കിടക്കുന്നു ജേക്കബ് ചീഫ്. ജേക്കപ്പേ ജേക്കപ്പ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞടാ. ഇവരുടെ കൊമ്പിനാണ് പ്രത്യേകത. 4 കൊമ്പാണുള്ളത്. 2 കൊമ്പ് താഴോട്ടും 2 കൊമ്പ് മേലോട്ട്. എടാ പിണങ്ങി നിൽക്കുക, ഇങ്ങോട്ട് നോക്കി. എടാ ജേക്കപ്പേ, എടാ ചാക്കോ, ചാക്കോ ഇങ്ങോട്ട് നോക്കടാ. ചാക്കോ ചാക്കോ നിൽക്കുന്നു കേട്ടോ. ചാക്കോ മൈൻഡില്ല കേട്ടോ. ഇവിടെ കുറേ ഇരിപ്പുണ്ട്. കുനൂർ സെക്ഷനിൽപ്പെട്ട ആൾക്കാരാണ്. അല്ല, കുനൂറല്ലല്ലോ, പേര് മറന്നു. ഒച്ചയും ബഹളത്തിൻ്റെയും കാര്യത്തിൽ വലിയ ആശാന്മാരിപ്പുണ്ട് അവിടെ. കുളിയൊക്കെ കഴിഞ്ഞിരിക്കുക. അടിയുണ്ടാക്കുന്നുണ്ടോ? തീറ്റയ്ക്ക് വേണ്ടിയുള്ള അടിയാണ്. തീറ്റയ്ക്ക് വേണ്ടിയുള്ള അടിയിലാണ്. അങ്ങനെ അതിൻ്റെ അടിയിൽക്കൂടിയൊക്കെ കയറാമെന്നൊക്കെ നോക്കുന്നുണ്ട്. സർവ്വ കളിയും കളിക്കുന്നുണ്ട്. ഭയങ്കര തമാശക്കാരാണ്. കാരണം അവരവിടെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് അങ്ങോട്ട് ചെല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ തീറ്റ കാണിച്ച് അവന്മാരെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്മാരെ ഇങ്ങോട്ട് വരുത്താനുള്ള പരിപാടിയാണ് നോക്കുന്നത്. അല്ലെങ്കിൽ അവന്മാർ അവിടെ പോയി ഡിസ്റ്റർബ് ചെയ്യും. വേണമെങ്കിൽ അവന്മാർക്ക് എന്നും ഇതാണ്, കൊറോണയാണ്. അതുകൊണ്ട് അവന്മാർ എപ്പോഴും മാസ്ക് വെച്ചേ നടക്കത്തുള്ളൂ. എന്നാ 2 പേര് കെട്ടിപ്പിടിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാ ഉണ്ട് ചേട്ടാ? എന്നാ ഇഷ്ടപ്പെട്ടില്ലേ ഞാൻ വന്നത്? ഞാൻ വന്ന് ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ലേ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു കേട്ടില്ലേ? ഇപ്പോൾ എവിടെ ഒരു ഇഗ്വാന കിടപ്പുണ്ട് കേട്ടോ. ഇതാ ഇഗ്വാക്കുട്ടി ക്യാറ്റൊക്കെ തിന്നിരിക്കുകയാണ്. ഇരിക്കും നമ്മുടെ ഗ്രേ പാരറ്റ്. എന്താ എന്നാണ്ട് വിശേഷം? ഹലോ എന്ന് പറഞ്ഞു. ഹലോ ചൂളടിയേ ഉള്ളൂ, ഹലോ കയ്യില്ല. അതിനാടാ ഒരു ഹലോ പറഞ്ഞു. ഒരു ഹലോ പറയാം ഇല്ലേ? എന്നൊക്കെ മണ്ട കയറിയിരിക്കുന്നു. സിൽവർ തേണ്ട് താഴെക്കൂടെ നടക്കുന്നു. സസെറ്റിനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അത് ഇപ്പോൾ എല്ലായിടത്തും സസെറ്റായി. സിൽവറും ഗോൾഡിനും ഒക്കെ ഉണ്ട്. എല്ലാവരും സുവിത്മാന്മാരായിട്ട് നടക്കുകയാണ്. ഇതുണ്ട്. അപ്പോൾ സസെറ്റിനെ ഒക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പുറത്തോട്ട് വരുവാണ്. എന്നടാ
ഇത് ഡാൽമേഷൻ ഇഷ്ടപ്പെട്ട ഡോഗാണ്. അവർ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണ് AC ഒക്കെ ഇട്ട്. ഇവൻ കെയിൻ കോർസോ, നല്ല വിലയുള്ള ആൾക്കാരാണ് കേട്ടോ. നമുക്ക് നോട്ടമുണ്ടോ അപ്പോൾ കിട്ടിയാൽ ഇപ്പോൾ തിന്നുമെന്നാണ് പറയുന്നത്. സമ്മതിക്കുവാണ്. രണ്ട് റോഡ് വീലർ കിടക്കുന്നു. റോട്ടി റോട്ടി എവിടെ ആര് കേൾക്കാൻ? എൻ്റെ സൈഡിൽ ഫസ്റ്റ് കിടക്കണമല്ലോ. അവൻ്റെ കിടപ്പ് കണ്ടോ? നമ്മുടെ കുഞ്ഞ് കിടക്കുന്നവരാണ്. ഇങ്ങനെ ഒരു കിടപ്പുണ്ട്. എൻ്റെ ദൈവമേ, തണുപ്പ് കിട്ടിയ തേണ്ടി കിടക്കണം. അടുത്തവൻ ഇത് അമേരിക്കനാണോ? അല്ല, പുള്ളി പോലെ ഉണ്ട്. ഇംഗ്ലീഷ് ബ്രിഡ് ടറോ കയറിയ. അവൻ്റെ മോണ്ട കടി കിട്ടിയ തീർന്നു. അടുത്ത ആൾ കിടക്കുന്നുണ്ടാ. എൻ്റെ ഒന്നും പേരില്ല, പേര് മറ്റൊന്നുമല്ല. അച്ഛനെ ഇവിടെ ആള്. അച്ഛനെ ഇവിടെ ആള്. അച്ഛനെ ഇവിടെ ആളുണ്ട്. നിങ്ങളുടെ കണ്ണ് കാണത്തില്ലേ? അവൻ നേരെ നോക്കിയാലേ അത്തന്നെ ഇവിടെ നോക്കടാ. ആരുടെ മുഖത്ത് നോക്കിയാലാത്ത ടീമാണ്. ഉണ്ടോ ഇങ്ങോട്ട്? ഉണ്ടോ? നമ്മുടെ ഒന്ന് മുഖത്ത് നോക്കിയാല. ഒരാളുടെ മുഖത്ത് നോക്കിയാല. ഇത് നടക്കുന്നുണ്ടോ? ഇയ്യോ തീരെ ചെറിയവരാണ്. ഇവന്മാർ അടിപൊളിയാണ് കേട്ടോ. ഇതാണ് എങ്ങും മര്യാദയ്ക്ക് ഇരിക്കുകയില്ല, പാഞ്ഞ് നടന്നുകൊണ്ടിരിക്കും. നല്ല വിലയുള്ള ആൾക്കാരാണ്. ഈ വെള്ളം ചാടുന്നതുകൊണ്ടാണ് അവർക്ക് ആ കൂളിങ് കിട്ടുന്നത്. അതിനുവേണ്ടിയാണ് ഫിൽറ്റർ ചെയ്ത വെള്ളം ഇങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കുന്നത്. ആശാൻ അവിടെ പോയി ഇരിപ്പുണ്ട്. ആഴ്ചയിലേ ഉള്ളൂ കേട്ടോ. ഇതുണ്ട് നമുക്കൊരാളെ കിട്ടിയത്. കുഞ്ഞിയല്ല കേട്ടോ, അല്ല സാപ്പി. കണ്ട അത് ഇരിക്കുന്ന അല്ല. കണ്ട ഉമ്മയൊക്കെ വെച്ച് തലമുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. തലമുടിയൊക്കെ കെട്ടി വെച്ച് എന്നോട് കണ്ണു മുഴിക്കുന്നത്. അതിനാ കണ്ണു മുഴിക്കുന്നത്? ഇറങ്ങി